ഹായ് ഓൾ, നമുക്കിന്ന് ഡയലേറ്റ് ഫ്രം പോയിൻ്റ് എന്ന ടൂള് മനസ്സിലാക്കാം. ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ഞാൻ കാണിക്കാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ ഞാനൊരു പോളിഗൺ ഉണ്ടാക്കുന്നു, ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. ഈ ട്രയാങ്കിൾ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കണം. അതായത് ഇതിൻ്റെ കോപ്പി എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിനെ മാത്രം മൂവ് ചെയ്യിക്കണം. അപ്പോൾ ചെയ്യേണ്ട അടിത്തറുള്ളൂ. നോക്കൂ, ഈ ഒരു സി എന്ന പോയിൻ്റ് അല്ലെങ്കിൽ എ ഏതാവട്ടെ, ആ പോയിൻ്റ് ബി ഇതൊക്കെ ഉൾപ്പെടുന്ന ഈ ട്രയാങ്കിൾ നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സപ്പോസ് എനിക്ക് നോക്കൂ, ഡി എന്ന പോയിൻ്റ് മൂവ് ചെയ്യണം. അതായത് ഈ എ എന്ന ഈ വെർട്ടെക്സിനെ ഡിയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് എ ഡിയിൽ പോയി നിൽക്കും. എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിൾ ഡിയിലെത്തും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ സീനെ വേണമെങ്കിൽ ഡിയിലെത്തിക്കാം. അതൊക്കെ നമ്മളിഷ്ടം. ഇവിടെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നോക്കൂ, എ എന്ന പോയിൻറ്റിന് ഡി ആയിട്ട് കണക്ട് ചെയ്യുന്നു. അത് ഞാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഡയലേറ്റ് ഫ്രം പോയിൻറ്റ്. ഇതിൻ്റെ പ്രത്യേക ഉപയോഗമാണ്. ഇതല്ലാണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. ഇത് രസകരമായൊരു ഉപയോഗമാണ്. അതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഞാൻ ആദ്യം അതിനൊരു സ്ലൈഡർ ഉണ്ടാക്കുന്നു. സ്ലൈഡറിൻ്റെ പേര് ഡി ആണ്. സ്ലൈഡറിൻ്റെ പേര് ഡി ആണ്. മിനിമം വാല്യൂ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, 0 തന്നെ കൊടുക്കണം. മാക്സിമം 1 തന്നെ കൊടുക്കണം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ദെൻ അതിന് ശേഷം ഇതൊക്കെ നമുക്ക് ഒഴിവാക്കിയേക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയലേറ്റ് ഫ്രം എന്ന ഈ ടൂൾ എടുത്തതിന് ശേഷം ആദ്യം ഡിയിൽ നോക്കൂ, നമ്മൾ ആദ്യം ഈ ഒരു പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ടൂള് എടുത്തതിന് ശേഷം ഡയലേറ്റ് ഫ്രം പോയിൻ്റ് എന്ന ടൂൾ എടുത്തതിന് ശേഷം ഡിയിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് എയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഫാക്ടർ, അതായത് ഈ ഒരു പോയിൻ്റ് ബി എന്ന പോയിൻ്റ് മൂവ് ചെയ്യാനുള്ള ഫാക്ടർ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൻ്റെ വാല്യൂ ഡി കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് സ്ലൈഡ് മൂവ് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇവിടെ ഇപ്പോൾ എന്താ വന്നിട്ടുണ്ട്? ഡീൻ്റെ കൂടെ ഒരു വാല്യൂ, ഒരു പുതിയ പോയിൻ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. കാരണം 0, ഡീൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മൂവ് ചെയ്യുമ്പോണ്ടോ അതിങ്ങനെ എയിലെത്തുന്നു. അതായത് ഈ ഡീൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എയിൽ നിൽക്കുന്നു. അതിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഡീൻ്റെ വാല്യൂ ഡി ഡാഷിൻ്റെ വാല്യൂ ഡിയിലേക്ക് പോകുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെക്ടർ എടുത്തിട്ട് നമുക്ക് ഈ വെക്ടർ എടുത്തിട്ട് എയും ഡിയും കണക്ട് ചെയ്യാം. ഇനി മൂവ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്ലൈഡ് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടോ, എ എന്ന പോയിൻ്റ് തുടങ്ങി ഒരു വെക്ടർ പോയി ഡിയിലെത്തുന്നു. വെക്ടറിൻ്റെ എൻ്റെ ഡി ഡാഷാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ട്രയാങ്കിളിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ നമ്മൾ അടുത്തെടുക്കുന്ന ടൂൾ ട്രാൻസ്ലേറ്റ് ബൈ വെക്ടർ ടൂൾ. നമ്മൾ വിശദമായിട്ട് ഈ എക്സാം വെച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആദ്യം ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യണം. അതാണ് ടൂളിൻ്റെ പ്രത്യേകത. പിന്നെ വെക്ടർ, ഈ വെക്ടർ വെച്ചിട്ട് നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റ് പൊസിഷൻ മാറ്റാൻ പോകുന്നു. ഈ വെക്ടറിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ എത്തി. ഇത് നമ്മൾ ഈ സ്ലൈഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തും. നമുക്ക് എന്ത് ചെയ്യാം? ഈ വെക്ടറൊക്കെ തൽക്കാലം മറച്ച് വെച്ചിട്ട് നമുക്കിങ്ങനെ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ പല രൂപത്തിലും പല ആപ്ലിറ്റിലും ഇനി കാണിക്കും.